നിയമസഭാ മണ്ഡലത്തിന്റെ വികസനം ഇവിടെ എന്തൊക്കെ നടത്തി എന്ന് ചോദിച്ചാൽ പട്ടാമ്പിയുടെ ഏത് മുക്കിലും മൂലയിലും പോയി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന വികസനമാണ് ഇവിടെ ഈ 10 വർഷക്കാലം കൊണ്ട് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. ആ കാണുന്ന ഫയർ സ്റ്റേഷൻ നോക്കിയാൽ ഇവിടെ നിന്ന് നമുക്ക് പറയാൻ കഴിയും, ആ വാഹനം ഫയർ സ്റ്റേഷൻ പട്ടാമ്പിയിൽ ഉണ്ടായിരുന്നില്ല. പട്ടാമ്പിയിൽ ഒരു അപകടം വന്നാൽ ആളുകളെ രക്ഷപ്പെടുത്താൻ അടിയന്തരമായി വരേണ്ട ഫയർ എഞ്ചിൻ അടക്കമുള്ള സംവിധാനങ്ങൾ പട്ടാമ്പിയിലില്ല. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിനു ശേഷം ഇവിടെ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കി. അതുകൊണ്ടാണ് അവിടെ ഫയർ വാഹനം ഇവിടെ വന്നിരിക്കുകയാണ്. ഈ റോഡ് നോക്കിയാൽ ഇങ്ങനെ കാണുന്ന കൊപ്പം ടൗണ് നവീകരണം, എല്ലാ കാലത്തും മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളത്തിൽ വെള്ളക്കെട്ടായിരുന്നു. വാഹനങ്ങൾക്ക് യഥാർത്ഥത്തിൽ സഞ്ചരിക്കാൻ കഴിയാതെ വലിയ ബ്ലോക്കായിരുന്നു. കൊപ്പം ടൗണ് നവീകരണം നടക്കുമ്പോൾ വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കൊപ്പം ടൗണ് നവീകരണത്തിന്റെ ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ ഈ ടൗണ് വികസിച്ചു എന്ന് മാത്രമല്ല, ഈ ടൗണിൽ കച്ചവടം കൂടി, ആളുകൾ കൂടി കൂടുതൽ വരാൻ കഴിയുന്ന തരത്തിലേക്ക് മാറി. കൊപ്പം ടൗണിന്റെ അടിമുടിയുള്ള മാറ്റമുണ്ടായി. ഈ റോഡ് ഇവിടെയും വീതി കൂട്ടിയത് ഇതിന്റെ ഭാഗമായിട്ടാണ്. തൊട്ടപ്പുറത്ത് കാണുന്ന ആ റോഡില്ലേ, അതാണ് പേരുകേട്ട പട്ടാമ്പി പുലാമന്തോൾ റോഡ്. നിർമ്മാണം കഴിഞ്ഞ് 3 മാസം കൊണ്ട് തകർന്ന ഒരു മോഡൽ ഈ കേരളത്തിലും പട്ടാമ്പിയിലും ഉണ്ടായിരുന്ന ഒരു മോഡലുണ്ട് വികസനത്തിന്റെ. നിർമ്മാണം കഴിഞ്ഞ ഉടനെ തകർന്നുപോയി, വിജിലൻസ് കേസിലായിരുന്നു. എന്താണ് നമ്മുടെ വികസന മോഡൽ എന്ന് ചോദിച്ചാൽ ആ റൂട്ടിലേക്ക് നോക്കുക. പട്ടാമ്പി പുലാമന്തോൾ റോഡ് 8 വർഷം കഴിഞ്ഞു, തകർന്നിട്ടില്ലെന്ന് മാത്രമല്ല, മനോഹരമായി ഈ പട്ടാമ്പിയിലുള്ളവർക്ക് മാത്രമല്ല, പട്ടാമ്പിയിലൂടെ സഞ്ചരിക്കുന്ന മുഴുവൻ ആളുകൾക്കും മികച്ച റോഡായിട്ട് ആ റോഡ് ഇന്നും നിലനിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ വികസന മോഡൽ. ഇതാ ഈ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ സ്കൂള്, കൊപ്പത്തെ സ്കൂള്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 കോടിയുടെ മികച്ച ഒരു കെട്ടിടം അവിടെ കാണാൻ കഴിയും. ആ സ്കൂളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ നടന്നത് ഈ കാലത്താണ്. ദാ അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചപ്പുറത്ത് എന്താ കാണുന്നത്? വില്ലേജ് ഓഫീസാണ്. തകർന്നു കടന്ന് ചോർന്നൊലിക്കുന്ന ഒരു വില്ലേജ് ഓഫീസായിരുന്നു. സാധാരണക്കാരന്റെ രേഖകളുമായി പോയി കഴിഞ്ഞാൽ യാതൊരു രക്ഷയും ഉണ്ടായിരുന്നില്ല. ആ വില്ലേജ് ഓഫീസ് ഇന്ന് മനോഹരമായി പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സ്മാർട്ട് വില്ലേജ് ആയിട്ട് അത് മാറിയത് കാണുക. വികസനം ചോദിക്കുന്നവർ തൊട്ടപ്പുറത്ത് കാണുന്ന വെറ്റിനറി ഹോസ്പിറ്റൽ നോക്കുക. അതിമനോഹരമായിട്ടുള്ള വെറ്റിനറി ഹോസ്പിറ്റൽ അവിടെ കാണാൻ കഴിയും. ആ റോഡ് നോക്കുക, കൊപ്പത്തുനിന്ന് വളാഞ്ചേരിക്ക് പോകുന്ന റോഡ് ചെറിയ ഫണ്ടിലാണ്, ഓവർലേ ആണ് ചെയ്തിട്ടുള്ളത്. എന്നാലും നല്ല റോഡായിട്ട് അത് നിൽക്കുന്നുണ്ട്. അതിന്റെ 2 സൈഡിലും വിവിധ ഭാഗങ്ങളായിട്ട് സൈഡ് കെട്ടുന്നതും മറ്റു പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പുലാമന്തോൾ റോഡിലേക്ക് പോകുമ്പോൾ അതിന്റെയും സൈഡ് കെട്ടൽ നടക്കുന്നു. പട്ടാമ്പിയിലേക്ക് പോകുമ്പോൾ വീതി കൂട്ടുന്ന പ്രവർത്തനം നടക്കാൻ പോകുന്നു. ഈ പരിസരങ്ങളിലൊക്കെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ആശുപത്രിയുടെ താഴെയുള്ള ഭാഗത്തേക്കുള്ള റോഡ്, ആശുപത്രിയോട് ചേർന്ന് ഓപ്പൺ ജിം, ആശുപത്രിയോട് ചേർന്ന് 1 കോടിയുടെ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കാൻ പോകുന്നു. ഇങ്ങനെ ഏത് ഭാഗത്ത് പോയാലും പട്ടാമ്പിയുടെ മുക്കിലും മൂലയിലും നിന്നുകൊണ്ട് ചൂണ്ടിക്കാണിക്കാവുന്ന വികസനം ഈ 10 വർഷം കൊണ്ട് നടപ്പിലാക്കിയെന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ജനങ്ങളോട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നത്. കൊപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം.